മുഅ്മിനീങ്ങളെ നമ്മള് ഇവിടെ സന്തോഷത്തോടെ കഴിയുകയാണ്. 3 നേരം ഭക്ഷിക്കാൻ ഭക്ഷണമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, നടക്കാനും കിടക്കാനും എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. എന്നാൽ പട്ടിണി കിടന്നുകൊണ്ട് അവിടുന്ന് സാധാരണ നോർമലി ഭക്ഷണം പോലും കിട്ടാതെ സങ്കടത്തോടെ കഴിയുന്ന പാവങ്ങളായ ഗസയിലെ മക്കളെ ഓർക്കണം. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും അല്ലാഹു തന്ന കുറവുകൾ അത് എന്തോ ആയിക്കോട്ടെ അതില് നമ്മളിങ്ങനെ വേവലാതി പറഞ്ഞ് റബ്ബിനെ പഴിക്കുന്ന തിരക്കിലാണ്. മുഅ്മിനീങ്ങളെ അറിയണം അതാ ഗസയിൽ അനുഭവിക്കുന്ന അവിടുന്ന് സഹായങ്ങൾ കിട്ടേണ്ട ഒരു യുദ്ധം നടന്നാൽ അതിന്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ എല്ലാ അവിടുന്ന് കിട്ടേണ്ട അടിസ്ഥാന കാര്യങ്ങളെല്ലാം നിലച്ചു പോകുന്ന അവസ്ഥ. അഹങ്കാരികളായ ഇസ്രായേലി അഹങ്കാരികൾ അവിടുന്ന് കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരങ്ങൾക്ക് പരിണിത ഫലമായി പാവങ്ങൾ എട്ടും തിരിയാത്ത സാധുക്കൾ അവിടുന്ന് കഷ്ടപ്പെടുകയാണ്. ഫലസ്തീനിനെ കുറിച്ച് ഗസയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിൽ റബ്ബിനോടുള്ള അവിടുത്തോട് അല്ലാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിക്കണം. കാരണം അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ ഒരിക്കലും ചെറുതല്ല. അല്ലാഹു തന്നത് വലിയ നിഅമത്തുകളാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ റബ്ബ് നമുക്ക് തരുന്നില്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ കഷ്ടപ്പെടുകയാണ്. പ്രസവിച്ചു വീഴുന്ന കുട്ടികളടക്കം അവിടുന്ന് ഉമ്മാന്റെ അതിർത്തിൽ നിന്ന് പാല് കുടിക്കാൻ കഴിയാതെ അവിടുന്ന് ഭക്ഷണത്തിന് പോലും കഴിയാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഈജിപ്തിൽ നിന്നൊരു സഹോദരി ഒരു യുവതി അവിടുന്ന് അതാ കുപ്പിക്കകത്ത് അതാ ഭക്ഷണധാന്യങ്ങൾ നിറച്ചുകൊണ്ട് അവിടുന്ന് കടലിലേക്ക് എറിയുകയാണ്. എന്നിട്ട് അതിലൊരു കുറിപ്പിടുന്നു, സ്നേഹസമ്മാനമായി അവിടുത്തേക്ക് കൊടുത്തയച്ചു. അത് റബ്ബ് എത്തിച്ചു കൊടുത്തെങ്കിൽ വിദൂരതയിൽ കടലിലേക്ക് തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ഭക്ഷണ ധാന്യവിത്തുകൾ അവിടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഇത് റബ്ബിന്റെ കൽപ്പനയല്ലേ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പങ്ങളുണ്ട് എന്ന് ആർജവത്തോടെ അവിടുന്ന് സ്നേഹ സങ്കൽപ്പനകളെ അവിടുന്ന് കൈകാര്യം ചെയ്യുമ്പോ മുഅ്മിനീങ്ങളെ തിരിച്ചറിയണം. അറബ് ലോകം എല്ലാ നിലക്കും നമ്മൾ ആശ്വാസം പറയുന്ന അഭിമാനം പറയുന്ന അറബ് ലോകങ്ങളോ അതാ അമേരിക്ക പോലുള്ള ശക്തികളുടെ മേലോ ചാലിച്ചു നിൽക്കുമ്പോ അതാ അഹങ്കാരികളായ തെമ്മാടികളായ ഇസ്രായേലി അഹങ്കാരികൾ നെതന്യാഹുവിനെ പോലെ ലോക ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയായ നെതന്യാഹുവിനെ ഊട്ടുന്ന ലോകശക്തിയെന്ന് അവകാശപ്പെടുന്ന എല്ലാ നിലക്കുമുള്ള എല്ലാ ലോകശക്തിയെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന അഹങ്കാരികളെ ഊട്ടുന്ന അറബ് രാജ്യങ്ങളെ എല്ലാ നിലക്കും മോചാലിച്ചു നിൽക്കുന്ന അഹങ്കാരികൾ വൃത്തികേടിനും അടിമപ്പെട്ട് കള്ളിലും പെണ്ണിനും അടിമപ്പെട്ടുകൊണ്ട് നിത്യജീവിതം നയിക്കുന്ന വൃത്തികെട്ടവന്മാരുടെ പിന്നാലെ പോയപ്പോ ചാലിച്ചു നിൽക്കുന്ന ഗതികേടിലായി അറബ് ലോകം മാറിപ്പോകുന്നെങ്കിൽ നിങ്ങളെ തിരിച്ചറിയണേ. അല്ലാഹുവിന്റെ ഒരു വിധി ഇവിടെ നടപ്പാവാനുണ്ട്. ആ റബ്ബിന് ഇവിടെ ഒരു വിധി നടപ്പാക്കാനുണ്ട്. അവിടെ രക്ഷപ്പെടുന്നവരായി നമ്മൾ മാറിപ്പോകണം. അതിലെന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കണം. ഗസയിലെ പാവങ്ങളെ
കഷ്ടപ്പെടുമ്പോ പട്ടിണി കിടക്കുമ്പോ അവിടുത്തെ അവശയായി അല്ലാഹ് എത്ര ആളുകളാ അവിടുന്ന് മരിച്ചു വീഴുന്നത്. ഭക്ഷണം കാത്ത് പ്രവിശ്യയിലേക്ക് കടന്നു വരുന്നവരെ ബോംബിങ്ങിലും അതേപോലെ വെടിയുതിർത്തും കൊന്നുകളയുന്ന വൃത്തികെട്ട ജന്തുക്കൾ ഒരൽപ്പം മനുഷ്യത്വം അവിടുന്ന് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഒരൽപ്പം മനുഷ്യത്വം അവന്റെ ഉള്ളിൽ ആരെങ്കിലും ആക്രമിക്കുമോ, ആരെങ്കിലും വേദനിപ്പിക്കുമോ? നിങ്ങളെ തിരിച്ചറിയണേ. നമ്മുടെ ഉള്ളിലെപ്പോഴും ഈമാൻ ജ്വലിക്കണം. നമ്മളിൽ ഒരു യുദ്ധം വന്നാൽ, നമ്മളിൽ ഒരാളിലൊരാം വന്നാൽ, നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ നമ്മൾ സഹിക്കുമോ? നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾ സഹിക്കുമോ? നമ്മുടെ ഭാര്യ ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കള്, മക്കള്, നമ്മുടെ സ്നേഹ സഹോദരങ്ങള് ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ സഹിക്കാറുണ്ടോ? അതുപോലെയല്ലേ ഗസയിലെ മക്കള് നമ്മുടെ സഹോദരങ്ങളാണ്. ഗസയിലെ മക്കള് നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവരെ മാറ്റി നിർത്തല്ല, അവരെ മാറ്റി നിർത്തല്ല. നിങ്ങളെ മനസ്സുകൊണ്ട് ഈമാൻ ജ്വലിച്ചവരായി നമ്മൾ മാറണം. നമ്മുടെ ദുആകളിൽ എല്ലാ നിലക്കും റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന സമയത്ത് ഗസയിലെ മക്കൾ നമ്മുടെ ദുആയിൽ ഉണ്ടാവണം, പ്രാർത്ഥനയിൽ ഉണ്ടാകണേ. അവര് ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ലല്ലോ. തിരിച്ചറിയണം. എന്തൊരു അവസ്ഥയാ, എന്തൊരു ആവലാതിയാ, എന്തൊരു ബുദ്ധിമുട്ടിലാ പാവങ്ങൾ നിലകൊള്ളുന്നത്. തിരിച്ചറിയാൻ ഇനിയും വൈകിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? എത്ര മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പലരും അവഗണിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ചിലർ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. നമ്മൾ ഈ പറയുന്ന ഇസ്രായേൽ എല്ലാ നിരക്കുമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണ്. വാങ്ങരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും. അങ്ങനല്ലേ? വാങ്ങരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും. കാരണം നല്ല ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്കാണ് തിരിയുന്നത്. ഈ പാവങ്ങളെ കൊല്ലാൻ നമ്മൾ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ സഹായിക്കോ? മുഅ്മിനീങ്ങളെ വല്ലാത്ത പ്രയാസമാണ്. ഗസയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയുന്നില്ല. വലിയ വേദനയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ സന്തോഷത്തോടെ കഴിയുന്ന ഒരു കൊറോണ വന്നിട്ട് ഒരു ക്വാറന്റൈനിൽ കിടക്കാൻ നമുക്ക് ആ ഒരു കിടത്ത് തന്നെ നമ്മൾ അനുഭവിച്ച പ്രയാസം ചെറുതാണോ? നമ്മൾ അത്രത്തോളം വേദന അനുഭവിച്ചു, അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചു, അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, അത്രത്തോളം വേദന അനുഭവിച്ചിട്ട് നമുക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവേ നീ വിജയം കൊടുക്കണേ അല്ലാഹ്. നമ്മൾ കരുണയുള്ളവരാകണം. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ. ഉറപ്പ് പ്രചരിപ്പിക്കല്ല, വിദ്വേഷം പ്രചരിപ്പിക്കല്ല, അനീതി വർദ്ധിക്കല്ല, വർഗീയത വെച്ചുകൊണ്ട് പെരുമാറല്ല. അതിലൊരു ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ലാഭനഷ്ട കണക്കുകൾ അവിടുന്ന് പറയാനില്ല. താൽക്കാലികമായ പക്ഷേ മോനെ മാനസികമായി നീ തളർന്നു പോകുമത്രേ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. ഒരിക്കലും അക്രമങ്ങൾ കാട്ടിക്കൂടാ, ഒരിക്കലും വൃത്തികേടുകൾ കാട്ടിക്കൂടാ. മിനികളെ ജീവിക്കുന്ന ആർക്കും ഉറപ്പില്ലാത്ത ജീവിതം ജീവിക്കണം. എല്ലാവരെയും സ്നേഹത്തോടെ എല്ലാ നിലക്കും കൂട്ടി
കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കപ്പെടുമ്പോ, എല്ലാ നിലക്കും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കപ്പെടുമ്പോ നമുക്ക് വലിയ സങ്കടമാണ്. എല്ലാ നിലക്കും ന്യൂനപക്ഷങ്ങൾ വലിയ പ്രയാസത്തിലാണ്. എല്ലാ നിലക്കും മുസ്ലിമീങ്ങളെ ആക്രമിക്കുമ്പോൾ പലരും കൈകൊട്ടിച്ചിരിക്കായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇതെല്ലാ ഇടങ്ങളിലും മുസ്ലിം ഇതര സംവിധാനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ തിരിച്ചറിയണം നിങ്ങളെ. ഇന്നിപ്പോ എന്താ അവസ്ഥ? മുസ്ലിമീങ്ങൾ മാത്രമാണ് വർഗീയവാദികളുടെ ശക്തി എന്ന് ധരിച്ചിരുന്നയിടത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഗീയവാദികൾക്ക് ശക്തി അവിടുന്ന് ശത്രുക്കൾ തന്നെയാണോ? എപ്പോഴും വർഗീയതയോട് സന്ധിയാവാത്തത് മുസ്ലിം സമുദായം മാത്രമാണ്. വർഗീയതയോട് നമുക്ക് സന്ധിയാവാൻ കഴിയൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ആകുന്നതിന്റെ അടിസ്ഥാനമായ കാര്യം എന്താണ് എന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും പാതിരിമാര്, ഏതെങ്കിലും നാസ്തിക സംവിധാനത്തിൽ വിരാജിക്കുന്ന വൃത്തികെട്ടവർ എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമിന്റെ കാര്യമേ അല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ ജീവിച്ചു പോയ അവർ ഒരിക്കലും വർഗീയതയ്ക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയില്ല. വർഗീയത വമിക്കുന്ന വൃത്തികേടുകളിലായി ജീവിക്കപ്പെടുന്ന അവസ്ഥയിൽ ചില നാസ്തിക സംവിധാനങ്ങളിലൂടെ ഇസ്ലാമിനെ ക്രൂരമായി വിമർശിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന സംവിധാനങ്ങളെ അതിനോട് ബന്ധമില്ലാത്ത തരത്തിൽ ഇസ്ലാം ഇങ്ങനെയാണ് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്ന ഈ അവസ്ഥയിലും മുഅ്മിനീങ്ങളെ സത്യം തിരിച്ചറിയണം എന്ന് കേൾക്കുന്ന മുസ്ലിമീങ്ങളായ മുസ്ലിം ഇതര മതത്തിൽപ്പെട്ട സഹോദരപ്പെട്ട പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് പറയട്ടെ. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തരികയാണ്. ആരാണ് മുസ്ലിം എന്നറിയോ? ആരാണോ മുസ്ലിം എന്നറിയോ? ആരെ കുറിച്ചാണ് മുസ്ലിം എന്ന് പറയുന്നത്? അൽ മുസ്ലിമു മൻ സലിമൻ നാസു ബിലിസാനിഹി വയദിഹി. അല്ലാഹു അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തവനാണ് അൽ മുസ്ലിമു. മുസ്ലിമാകുന്നത് മൻ സലിമൻ നാസ്, അവിടുന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ്. ബിലിസാനിഹി, നാവിൽ നിന്ന് നാവിന് തൊട്ട്, വയദിഹി, അവിടുന്ന് നാവ് കൊണ്ട് ഉപദ്രവിക്കല്ല, കൈ കൊണ്ട് ഉപദ്രവിക്കല്ല. 2 ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അവിടുന്ന് 20ഓളം വാഹനങ്ങളെ ആക്രമിച്ചുകൊണ്ട് എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ച് ജീവനപായപ്പെടുത്തിക്കൊണ്ട് മദ്യലഹരിയിലോ അവിടുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു സഹോദരൻ, ഏതോ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള സഹോദരനാ അവിടുന്ന് ആക്രമിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള ആക്രമിക്കുന്നവനാരോ പേര് മുസ്ലിമീങ്ങളുടെ പേരാണെങ്കിലും അവൻ മുസ്ലിമല്ല. ഇതാരാണ് പഠിപ്പിക്കുന്നത്? ലോകത്തിന്റെ നേതാവായ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വക്താവായ ഈ പരിശുദ്ധ സംവിധാനത്തിന്റെ സംവിധായകനായ എല്ലാ നിലക്കും അല്ലാഹു അർപ്പിച്ചു നൽകിയ, അല്ലാഹുവിന് ജീവൻ അർപ്പിച്ചു കൊടുത്ത, അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ച ലോകേക ഗുരുവേ, മഹാനരായ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടില്ലേ? പുരുഷാകൃതി ഉണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട രത്നമോ കാരുണ്യമാൻ നബി മുത്ത് രത്നമോ
എന്ത് മനോഹരമാണ്. പാടുമ്പോ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവാം. നിങ്ങളെ വർഗീയതയില്ലാത്ത ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ടല്ലേ ചിലർ വർഗീയത പറയുന്നത് എന്നറിയുമ്പോ വിഷമമുണ്ട്, പ്രയാസമുണ്ടേ. എന്നിരുന്നാലും പറയാതെ വയ്യ. നിങ്ങളെ ഹബീബായ മുത്തുനബിയെ പഠിച്ചവർ മഹാത്മാഗാന്ധിജി വരെ, അതേപോലെ ശ്രീനാരായണ ഗുരു വരെ പഠിച്ചവരെല്ലാം നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർസൽനാക ഇലാ റഹ്മത്തിൽ ആലമീൻ. അല്ലാഹ് തന്നെ പറയുന്നു, ഈ ഭൂമി ലോകത്തേക്ക് റബ്ബിനെ നിയോഗിച്ചത് കാരുണ്യമായിട്ടാണല്ലോ. നിങ്ങളെ ആ രൂപത്തിൽ മുത്തുനബിയുടെ ആ പാതയിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അവരാണ് രക്ഷപ്പെട്ടത്, അവരാണ് വിജയിച്ചവര്, അവരാണ് എല്ലാ നിലക്കും അറിയപ്പെടുന്നത്. നിങ്ങളെ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതാണ് നമ്മുടെ പിൻതലമുറക്കാര് അവിടുന്ന് പിൻപറ്റുന്നത്. ആ രൂപത്തിൽ കൃത്യതയുള്ള, ആരോടും വെറുപ്പില്ലാത്ത ജീവിതമാകണം, ആരോടും ദേശമില്ലാത്ത ജീവിതമാകണം. നബിയെ പിൻപറ്റുക, അവിടുത്തെ സ്നേഹിക്കുക, അവിടുത്തെ സ്നേഹിക്കൽ കൊണ്ടുള്ള നേട്ടം അവിടുത്തെ പിൻപറ്റിയുള്ള ജീവിതമാണ്. എങ്ങനെയാണോ അവിടുത്തെ നബിയെ പിൻപറ്റുന്നത്, അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും അല്ലാഹ് സൂക്ഷ്മതയോടെ പറ്റുന്നവരായി നമ്മൾ മാറണം. അല്ലാഹുവേ ഈ തൗഫീഖ് തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല നിയ്യത്തോടെ ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇവിടെ ഒരുമിച്ച് കൂടുന്നതുപോലെ റബ്ബിനെ ദിക്ർ ചെയ്ത് മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലി മഹത്തുക്കളായ ഔലിയാക്കന്മാരെ മഹത്തുക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരെ തവസ്സുൽ ചെയ്ത് ജീവിക്കുന്ന ജീവിതം വിജയിക്കുന്ന അല്ലാഹ് മുത്തഖീങ്ങളിൽ നമുക്ക് പെട്ടുപോകണം. എന്നാലല്ലേ നാളെ രക്ഷപ്പെടുന്നവരാകുക. കുറേ ദിക്ർ ചൊല്ലി, കുറേ സ്വലാത്ത് ചൊല്ലി, കുറേ അമലുകൾ ചെയ്ത് റബ്ബ് പരിഗണിച്ചില്ലെങ്കിൽ നഷ്ടമല്ലേ. അല്ലാഹ് ഞങ്ങളെ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ وصل وبلغ مثل ثواب ما قرأناه. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا وشفيعنا وقرة أعيننا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. അർഹമുർ റഹീമായ അടക്കി ഭരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി തരണേ അല്ലാഹ്. വേദനകളിൽ നിന്ന് ഞങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാഹ്. ജീവിക്കുന്ന കാലം നിനക്ക് പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. വേദനയോടെ മടക്കല്ലേ അല്ലാഹ്, വിഷമത്തോടെ മടക്കല്ലേ അല്ലാഹ്, സങ്കടത്തിലായി മടക്കല്ലേ അല്ലാഹ്. ജീവിക്കുന്ന കാലം നിനക്ക് പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കണം. നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പ്രഭാത സമയം നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചോദിക്കാട് കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ്. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്, രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ നൽകല്ല, ട്യൂമർ നൽകല്ല, അറ്റാക്ക് നൽകല്ല, സ്ട്രോക്ക് നൽകല്ല, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, സോഡിയം, മൈഗ്രെയിൻ അല്ലാഹ് ശരീരത്തിൽ
ശരീരത്തിന്റെ ഓരോ അവസ്ഥകൾ PCOD അല്ലാഹ് ഗർഭാവസ്ഥയിൽ അനുഭവപ്പെടുന്ന രോഗങ്ങൾ ശരീരമാസകലം അല്ലാഹ് പ്രയാസപ്പെടുന്ന അല്ലാഹ് പഴുത്തുപോകും മുറിവുണ്ടാകും അല്ലാഹ് ശരീരത്തിലുള്ള ഓരോ വൈറസുകൾ നാഡിയിലുള്ള നരമ്പിലുള്ള ഉള്ളിലുള്ള മജ്ജയിലുള്ള മാംസത്തിലുള്ള തൊലിയിലുള്ള ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കണ്ണ് ചെവി മൂക്ക് തല വയറ് ഓരോ അവയവങ്ങളുണ്ടല്ലോ എല്ലാ നിലക്കുമുള്ള രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ് മജ്‌ലിസ് കേൾക്കുന്നവരിൽ അധികവും പ്രിയപ്പെട്ട ഉമ്മമാരാണ് പ്രിയപ്പെട്ട വാർദ്ധക്യത്തിലെത്തിയ ഉപ്പമാരാണ് അല്ലാഹ് അവരിൽ പലരും ക്ഷീണിതരാണ് പ്രയാസത്തിലാണ് വേദനയിലാണ് ദുഃഖത്തിലാണ് അല്ലാഹ് എല്ലാ നിലക്കും നീ ശിഫയാക്കണേ അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ് പ്രയാസങ്ങളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ് നീ വിജയിപ്പിക്കണേ അല്ലാഹ് ഈ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങളുടെ ജീവിതവും ദുനിയാവും ആഖിറവും വിജയിച്ചവരിൽ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ് എല്ലാ നിലക്കും വിജയിച്ച സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾ ഒരാളെ പോലും വേദനയോടെ മടക്കല്ലേ അല്ലാഹ് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികളുണ്ട് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ് ഗർഭിണികളുണ്ട് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ് സുഖപ്രസവം നൽകണേ അല്ലാഹ് നീ നൽകിയ മക്കളുണ്ട് സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് നീ പൊരുത്തപ്പെട്ട മക്കളാക്കണേ അല്ലാഹ് ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാഹ് അല്ലാഹ് ലഹരിക്ക് കഞ്ചാവിന് മയക്കുമരുന്നിന് MDMന് കള്ളുകുടിക്ക് ലഹരിക്ക് അല്ലാഹ് എന്തൊക്കെ കൊള്ളരുതായ്മകളുണ്ടോ അതിൽ നിന്നെല്ലാം ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണേ അല്ലാഹ് ഈ പ്രഭാത സമയം നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളാണ് റബ്ബേ നീ വിജയിപ്പിക്കണേ അല്ലാഹ് ആമീൻ പറയുന്ന ഒരുപാട് പാവങ്ങളുണ്ട് റബ്ബേ അവരുടെ കണ്ണുനീര് നിനക്ക് അറിയാമല്ല അവരുടെ കണ്ണുനീര് നീ കാണുന്നുണ്ടല്ലോ അല്ലാഹ് വേദനയോടെ സങ്കടത്തോടെ പ്രയാസങ്ങളിലായി ഉയർത്തുന്ന കരങ്ങളോട് നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹുവേ കടം കൊണ്ട് വലയുകയാണ് വീട്ടാനുള്ള മാർഗങ്ങളെ തുറന്നു തരണേ അല്ലാഹ് കടക്കണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുമ്മ യാ ഗനി യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ ഗനി യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ ഗനി യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് ഗനിയായ അല്ലാഹ് ഐശ്വര്യവാനായ എല്ലാ നിലക്കും എല്ലാ നിലക്കും സമ്പന്നനായ അല്ലാഹ് യാ ഗനി യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് എല്ലാ നിലക്കും എല്ലാവർക്കും കൊടുക്കുന്നവൻ എല്ലാ നിലക്കും ഐശ്വര്യവാനായ റബ്ബ് അല്ലാഹ് ഞങ്ങൾക്ക് നീ നിന്റെ ഖജനാവ് തുറന്നു തരണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാഹ് ഈ സുബഹിക്ക് ശേഷം ഈ പ്രഭാത സമയം നിന്നിലേക്ക് പ്രതീക്ഷയോടെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ് നീ പൊരുത്തപ്പെട്ട നിലക്ക് ഇസ്സത്തോടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഞങ്ങളെ എവിടെയും പരാജയപ്പെടുത്തല്ലേ അല്ലാഹ് ഞങ്ങളെ എവിടെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ് ഞങ്ങളെ എവിടെയും നീ പരാജയപ്പെടുത്തല്ലോ അല്ലാഹ് ഞങ്ങളുടെ ശരീരത്തിലുള്ള മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ അല്ലാഹ് ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ എന്നെ വിളിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് നീക്കം ചെയ്യണേ അല്ലാഹ് നീക്കം ചെയ്യണേ അല്ലാഹ് നീക്കം ചെയ്യണേ അല്ലാഹ് നീക്കം ചെയ്യണേ അല്ലാഹ്
ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യണമെന്ന് കൊതിയുണ്ട്, ഉംറ ചെയ്യണമെന്ന് കൊതിയുണ്ട്. നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ലാഹ്. കടങ്ങളും ബാധ്യതകളും അതിനൊരു തടസ്സമാണ്. അതെല്ലാം വകഞ്ഞു മാറ്റി റബ്ബേ ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. പുണ്യ മദീന കാണാൻ ഞങ്ങൾക്ക് കൊതിയാണ് അല്ലാഹ്. കഅബ തവാഫ് ചെയ്യാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് റബ്ബേ. അവിടെ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ പരാജയത്തിൽ പെടുത്തണേ അല്ലാഹ്. ആഖിറുസ്സമാനിന്റെ ചണ്ടിച്ചവറുകളാക്കല്ലേ അല്ലാഹ്. അഹങ്കാരികൾ കിബ്റു ഉജ്ബരിയ ഹസദ് പോലെ ഞങ്ങളെ ഒരു കൽബിയായ രോഗങ്ങളിലും ഞങ്ങളെ പൊടുത്തി നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ അഹങ്കാരികളാക്കല്ല അല്ലാഹ്. അസൂയാലുക്കളിൽ പെടുത്തല്ല അല്ലാഹ്. കേടുകളിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട നിനക്കിഷ്ടപ്പെട്ട ജീവിതം നിനക്കിഷ്ടപ്പെട്ട വഴിയിലൂടെ ഞങ്ങൾക്ക് ജീവിക്കണം. അതിന് നീ തുണയേകണേ അല്ലാഹ്. അതിന് നീ തുണയേകണേ അല്ലാഹ്. അതിന് നീ തുണയേകണേ അല്ലാഹ്. അതിന് നീ തുണയേകണേ അല്ലാഹ്. ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സാധുക്കളാണ്, പാവങ്ങളാണ് അല്ലാഹ്. ഇബാദത്ത് ചെയ്ത അമൽ ചെയ്തതിന്റെ മികവ് ഞങ്ങൾക്ക് പറയാനില്ല അല്ലാഹ്. അല്ലാഹ് നീ പൊരുത്തപ്പെട്ട നിന്റെ മഹലായ ഫളിൽ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമില്ല, അമലില്ല, ഒന്നുമില്ല. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മർജാൻ കുടുംബത്തിലെ ഉമ്മമാരും ഉപ്പമാരും പ്രിയപ്പെട്ടവര് അല്ലാഹ്. മർജാൻ ഈ മജ്ലിസിന്റെ ജീവനാണ് ഞങ്ങളുടെ ഉമ്മമാര്. ഈ മജ്ലിസിന്റെ ജീവനാണ് ഞങ്ങളുടെ ഉപ്പമാര്. ഈ മജ്ലിസിന്റെ ജീവനാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹ്. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ആമീൻ പറയുന്ന ആളുകളുണ്ട്, ആമീൻ പറയുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുണ്ട്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാ നിലക്കും ഈ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, വേദനകളെല്ലാം നീ പരിഹരിക്കണേ അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന്, ഐനീങ്ങളുടെ ഐനിൽ നിന്ന്, കായിദീങ്ങളുടെ കൈദിൽ നിന്ന്, മക്രീങ്ങളുടെ മക്റിൽ നിന്ന്, ളാലിമീങ്ങളുടെ ളുൽമിൽ നിന്ന് അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. എല്ലാ സിഹറും, എല്ലാ ശൈത്താനിയായ, എല്ലാ റൂഹാനിയായ, എല്ലാ നിലക്കുമുള്ള ശത്രുദോഷങ്ങൾ, എല്ലാ സർപ്പദോഷങ്ങൾ, എല്ലാ ദ്രോഹങ്ങൾ, എല്ലാ ന്യൂനതകളും, എല്ലാ അപായങ്ങളും, എല്ലാ ശത്രുശല്യങ്ങളും എല്ലാത്തിൽ നിന്നും റബ്ബേ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ജോലി സംബന്ധമായ ദുആ വസിയത്ത് അറിയിച്ചവർ, വീടില്ലാത്തതിന്റെ പേരിൽ ദുആ വസിയത്ത് അറിയിച്ചവർ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ഉന്നതമായ ജീവിതം വിജയിക്കാൻ ആവശ്യമായ ജോലി നീ നൽകണേ അല്ലാഹ്. ഖൈറായ ജോലി അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. ശരിയായവർ ജോലി വേഗം ലഭിക്കാൻ വേണ്ടി ദുആ വസിയത്ത് അറിയിച്ചവർ ഖൈറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഭർത്താവിന്റെ ക്ഷീണം, പ്രയാസങ്ങൾ പറഞ്ഞു മാറ്റണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ വിഷമം പറഞ്ഞവർ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ നിലക്കും നീ വിജയം കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊന്നും വീടില്ല അല്ലാഹ്. സമ്പത്ത് അതിനൊരു കാരണമാണെങ്കിലും അല്ലാഹ് നിന്റെ ഖലാ വലുതാണല്ലോ റബ്ബേ. നീ ഞങ്ങൾക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്.
ഖൈറായ വീട് നൽകണേ അല്ലാഹ്, ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. സ്ഥലം വിൽക്കാൻ വാങ്ങാനുള്ളവർ, വസിയ്യത്ത് അറിയിച്ചവർ, പല തടസ്സങ്ങൾ പറഞ്ഞു വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിലായി കഴിയുന്നവർ, എല്ലാ നിലക്കുമുള്ള തടസ്സങ്ങളെ മാറ്റണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്, പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. എല്ലാ നിലക്കും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ പറയുന്ന നൂറുകണക്കിന് പാവങ്ങളുണ്ട് റബ്ബേ. എല്ലാവരുടെ ആമീനും എല്ലാവരുടെ ദുആകളും എല്ലാവരുടെ വസിയ്യത്തുകളും അറിയുന്ന കാണുന്ന ജഗന്നി എന്താവായ റബ്ബേ നീ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇജാബത്തുള്ള മജ്ലിസാക്കി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുസ്തഫ മുഹമ്മദ് വഅസ്ഹാബി സയ്യിദിനാ മുസ്തഫ മുഹമ്മദ് വഅഹ്ലി ബൈത്തി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.